ഓല S1 Proയുടെ എനിക്കിഷ്ടപ്പെട്ട 2 കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. കമ്പനി വാഗ്ദാനം ചെയ്യുന്ന നോർമൽ മോഡിലുള്ള 135 കിലോമീറ്റർ കറക്റ്റ് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ അതിനോട് കൂടെ തന്നെ പറയാനുള്ളത് വണ്ടി 15% ചാർജായി കഴിഞ്ഞാൽ ഇക്കോ മോഡിലേക്ക് മാറുകയും ഇക്കോ മോഡിൽ വലിയ കയറ്റങ്ങളൊന്നും കയറാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സ്പോർട്ട് മോഡിലും ഹൈപ്പർ മോഡിലും നല്ല പവറാണ് വണ്ടിക്ക്. വണ്ടി ഓടിക്കുമ്പോൾ നല്ല സ്റ്റേബിളുമാണ്. പിന്നെ കയറ്റങ്ങളൊക്കെ സുഖമായി കയറി പോവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ദൂരം കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വണ്ടി ഹീറ്റാവും. ഹീറ്റായി കഴിഞ്ഞാൽ ആദ്യം നോർമൽ മോഡിലേക്കും പിന്നീട് ഇക്കോ മോഡിലേക്കും പിന്നീട് വണ്ടി നിൽക്കുന്ന അവസ്ഥയും സംഭവിക്കും. അത് ഇതിൽ ഏറ്റവും വലിയ ഡ്രോബാക്കാണ്. അതുപോലെ തന്നെയാണ് സസ്പെൻഷൻ. ഫ്രണ്ടിലെ സസ്പെൻഷനും ബാക്കിലെ സസ്പെൻഷനും അത്ര എഫക്റ്റീവ് അല്ല. നമ്മൾ ഓഫ് റോഡിലേക്ക് അല്ലെങ്കിൽ സ്മൂത്ത് അല്ലാത്ത റോഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഹാൻഡിൽ നന്നായിട്ട് ജെർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ് ഈ വണ്ടിയുടെ സർവീസ് സെൻറ്ററുകൾ കുറവായത് കൊണ്ടാണെന്ന് തോന്നുന്നു. സർവീസ് സെൻറ്ററിൽ നിന്ന് വണ്ടി സർവീസ് ചെയ്ത് കിട്ടാൻ നല്ല ടൈം എടുക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.